ടോപ്പ് ന്യൂസ് തുടങ്ങുന്നു. നോക്കാം പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. RSS ഭാരതാംബ പരിപാടിയെ എതിർത്തതിന് കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്ന് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. വേദിയിൽ ഉപയോഗിച്ച മതചിഹ്നം ഏതെന്ന് വ്യക്തമല്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ വിചിത്രവാദം. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ രീതികളുമുണ്ട്. ആ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചട്ടങ്ങളുടെയും നിയമങ്ങൾക്കും ലംഘനം വരുമ്പോൾ നമുക്കതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംഘാടകരോട് അതിനുള്ള പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വൈസ് ചാൻസലർ അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്നും മന്ത്രി. അധികാരമില്ല, വ്യാജമായിട്ടുള്ള ആരോപണത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും അമിതാധികാര പ്രയോഗമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കടുത്ത കാവ്യവൽക്കരണ പരിശ്രമങ്ങളുമായിട്ട് ചില ചാൻസലർമാർ ഇവിടെ വന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് VC നിരന്തരം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ആളാണ് ഗവർണർ. നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്നാണ് വാർത്തകളിൽ ഞാൻ കണ്ടത്. ഈ യൂണിവേഴ്സിറ്റി നിയമവും ആക്റ്റീവ് സ്റ്റാറ്റ്യൂട്ടും ഒക്കെ ഉപയോഗിച്ച് അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇങ്ങനൊരു നിലപാടെടുത്തതിനെപ്പറ്റി ശക്തമായ പ്രതിഷേധം വരുന്നുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും അത് വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് പരിശോധിക്കും. വയനാട് ഫണ്ട് തട്ടിപ്പിൽ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ നീക്കവുമായി കോൺഗ്രസ്. സർക്കാർ പദ്ധതിയുമായി സഹകരിക്കാതെ സ്വന്തം നിലയിൽ വീട് നിർമ്മിക്കാൻ തീരുമാനം. പിന്മാറുന്നത് പ്രതിപക്ഷ നേതാവ് കൂടി രക്ഷാധികാരിയായ വയനാട് പുനരധിവാസ പദ്ധതിയിൽ നിന്ന്. ഫണ്ട് തിരിമറി ആരോപണത്തിൽ മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. JSK സിനിമാ വിവാദത്തിൽ അസാധാരണ നീക്കവുമായി ഹൈക്കോടതി. സെൻസർ ബോർഡിനെതിരായ ഹർജിയിൽ സിനിമ കണ്ട് തീരുമാനമെടുക്കും. ശനിയാഴ്ച രാവിലെ സിനിമ കാണുമെന്നും കോടതി നടപടിയിൽ പ്രതീക്ഷയെന്ന് ഫെഫ്ക. ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച വിഷയത്തിൽ കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സംവിധായകൻ പ്രവീൺ നാരായൺ. അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതിന് അവർക്ക് വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കും. അപ്പം ആ റീസൺ എത്രത്തോളം വാലിഡാണ്, അല്ലെങ്കിൽ അത് സൊസൈറ്റിയുടെ വാല്യൂസിന് അഗെയിൻസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കോടതി കാണുമ്പോൾ കോടതിക്ക് അറിയാൻ സാധിക്കുമല്ലോ. സൂംബ ഡാൻസ് വിവാദത്തിലെ അധിക്ഷേപ പരാമർശം നടത്തിയ അധ്യാപകൻ TK അഷ്റഫിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പാലക്കാട് എടത്തനാട്ടുകര PKM സ്കൂൾ മാനേജ്മെന്റ്. നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സസ്പെൻഷൻ അടക്കമുള്ള നടപടി വേണമെന്നും വിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിന് അരി നിഷേധിച്ച കേന്ദ്ര നടപടി പൊതുവിതരണത്തെ തകർക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്ര നടപടി കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പൊതുവിതരണ സംവിധാനത്തെ തകർക്കുക എന്ന ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള തികച്ചും നിഷേധാത്മകമായ സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ അരി നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഓണക്കാലത്ത് അരി നിഷേധിച്ച കേന്ദ്ര നിലപാടിൽ പ്രതിഷേധമുയരണമെന്ന് മന്ത്രി GR അനിൽ. MPമാർ കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തണമെന്നും മന്ത്രി. പാർലമെന്റിനകത്ത് ശക്തമായി ഇടപെടണം. ആവശ്യമാണെങ്കിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കണം. കേരളത്തിന് നൽകേണ്ടുന്ന അരിയും ഗോതമ്പും നൽകാതിരിക്കാൻ കണ്ടെത്തുന്ന പുതിയ ഉപാധിയെ മറികടക്കാനുള്ള നിലപാടുകളിലേക്ക് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. രവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയാക്കി നിയമിച്ചതിൽ യാതൊരു തെറ്റുമില്ലെന്ന് P ജയരാജൻ. തനിക്ക് ഭിന്നാഭിപ്രായമുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയെന്നും P ജയരാജൻ. ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട്. ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഏഷ്യാനെറ്റും ദല്ലാൽ നന്ദകുമാറുമായിട്ട് എന്താ ബന്ധം?
കോവിഡ് വാക്സിൻ സുരക്ഷിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് വാക്സിനുമായി ബന്ധമില്ലെന്നും മന്ത്രാലയം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ പഠനത്തിലാണ് സ്ഥിരീകരണം. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ രോഗിയെ കൊണ്ടുപോയ വാഹനം അടിച്ചു തകർത്തു. റേഡിയേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ക്യാൻസർ രോഗി സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം. ചൂരൽമല ദുരന്തബാധിതർ നടത്തിയിരുന്ന തട്ടുകട പൊളിച്ചുമാറ്റി കോൺഗ്രസ് ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭ. മുന്നറിയിപ്പുകളൊന്നും നൽകാതെയാണ് നഗരസഭയുടെ നടപടി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച സംഭവത്തിൽ സെൻസർ ബോർഡിനെ ന്യായീകരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോടതിയിൽ സെൻസർ ബോർഡ് നിലപാട് വ്യക്തമാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ടോപ്പ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.